ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഇൻ C++? ഈ ഡേറ്റ ടൈപ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ് ഡേറ്റ ടൈപ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ടൈപ്സ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എസ്സേസ് ആണ്. അപ്പോൾ ഈ ഓരോ എസ്സേസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് ഇപ്പോൾ ടോക്കൺസ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓൺ സെൻറ്റൻസിൽ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡേറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. സോ എന്താണ്, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എ ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് എന്താണ്? ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ഇറ്റ് ക്യാൻ സ്റ്റോർ. ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എൻ്റെ അകത്ത് ഞാനിപ്പം 2 എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ ഇൻറ്റിജർ വാല്യൂ. പേയ്ക്കകത്ത് ഇൻറ്റിജർ വാല്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ഇറ്റ് ക്യാൻ സ്റ്റോർ, അതിനാണ് എന്ത് പറയുന്നത്, ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എയ്ക്കകത്ത് 2 എന്ന് കൊടുത്തു. ഇപ്പം ഞാൻ എയ്ക്കകത്ത് ഞാനൊരു ക്യാരക്ടറായ പി ആണ് കൊടുത്തെങ്കിൽ, ക്യാരക്ടറായ പി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടർ ആണെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, ഒരു നമ്പറൊക്കെ ഒരു ന്യൂമറിക് ആണെങ്കിൽ, ന്യൂമറിക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചുമ്മാ എഴുതിയാൽ മതിയാവും നമ്പർ. മറ്റേ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഷുഡ് ബി റിട്ടൺ വിത്തിൻ എ സിംഗിൾ കോഡ്. ഓക്കെ, അപ്പം എ ഇസ് ഈക്വൽ ടു പി, സിംഗിൾ കോഡിനകത്താണ് പി എഴുതണമെങ്കിൽ അതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം എനിക്ക് ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ സ്റ്റോർ വിച്ച് ടൈപ്പ് ഓഫ് വാല്യൂ, ക്യാരക്ടർ വാല്യൂ. ഓക്കെ, അപ്പം ഞാൻ സപ്പോസ് ഇത് ഞാൻ ബി ആക്കാം. അപ്പോൾ ബി ആക്കിക്കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ ഇസ് എ ടൈപ്പ് ഓഫ് ഡേറ്റ. ദ ടൈപ്പ്, വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ ദിസ് ബി ക്യാൻ സ്റ്റോർ, ന്യൂമറിക് വാല്യൂ അല്ലെങ്കിൽ നമ്പർ. ഇപ്പോൾ ഡേറ്റ ടൈപ്പിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായി കാണുമല്ലോ. It is used to specify the type of data it can store. The various types of data used in C++ are primitive data types, then derived data types, then user-defined data type. Okay. അപ്പോൾ നമുക്ക് ആദ്യം പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഓർ ബേസിക് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബേസിക് ഡേറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ C++. ഓക്കെ, പിന്നെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, അപ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ C++? അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ്, ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ആണ്, അതിൻ്റെ കീവേഡ് എന്താണ്, നമ്മൾ ആകെ ഒരു കീവേഡ് നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ അല്ലേ, യൂസിങ്. ഇനി കുറേ കീവേഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇപ്പോൾ ഓരോ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ കീവേഡ് എന്താണെന്ന് നോക്കാം, അതെന്താണ് ഡിസ്ക്രിപ്ഷൻ നോക്കാം, അതിൻ്റെ സൈസ് എന്താണ്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ അതിൻ്റെ സൈസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചോദിച്ചു, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബേസിക് ഡേറ്റ ടൈപ്സ്, അതിൻ്റെ സൈസും കൂടെ പറയാറുണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഇസ് വാല്യൂലെസ്. അതിൻ്റെ കീവേഡ് വോയിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് റിട്ടേൺ നത്തിങ്. ഓക്കെ, ഇറ്റ് വോണ്ട് റിട്ടേൺ എനിത്തിങ്, അതാണ് വോയിഡ് എന്ന് കൊടുക്കുന്നത്. ഇറ്റ്സ് എ ഡേറ്റ ടൈപ്സ് യൂസ്ഡ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ വിച്ച് ഡസ് നോട്ട് റിട്ടേൺ ആൻഡ് വാല്യൂ. ഞാൻ നേരത്തെ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഇൻറ്റ് മെയിൻ. ഇതൊരു ഫംഗ്ഷനാണ്, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണം. പക്ഷേ ഈ ഇൻറ്റിന് പകരം ഇവിടെ വോയിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിട്ടേൺ കൊടുക്കണ്ട. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് ഇസ് വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, it is used for that function which does not return a value, അതിന് സൈസ് ഇല്ല. ശരിക്കും നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 ഉള്ളൂ. ഏതൊക്കെയാണ്?
ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഇതാണ് ബേസിക് ഡേറ്റ ടൈപ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ബേസിക് ഡേറ്റ ടൈപ്സ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ 4 ഡേറ്റ ടൈപ്സിനെ കുറിച്ച് യൂസ് ചെയ്താൽ മതി. ഈ 4 ഡേറ്റ ടൈപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ 6 പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതർ ഡേറ്റ ടൈപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. മാർക്ക് അനുസരിച്ച് എഴുതിയാൽ മതി. ഇപ്പോൾ ബേസിക് ഡേറ്റ ടൈപ്സ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എഴുതിയാൽ മതിയാവും, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ഇനി ബേസിക് ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ഇങ്ങനെ പറയുകയാണ്, ഇനി 6 ഡേറ്റ ടൈപ്സ് ബേസിക് ഡേറ്റ ടൈപ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നെക്സ്റ്റ് ആണ് സ്ക്യാർ. ഇപ്പം ബേസിക് ഡേറ്റ ടൈപ്സ് കൊടുക്കുമ്പം ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കൽ, കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടാൽ ഫുൾ മാർക്ക് അവിടെ വീഴും. ഇപ്പം വേറെയും ഡേറ്റ ടൈപ്സ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ഉണ്ടെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ക്യാർ. ടൈപ്പ് എന്താണ്? ക്യാരക്ടർ. അതിൻ്റെ കീവേഡ് എന്താണ്? ക്യാർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? യെസ്, എന്താണ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ദ ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാർ. ദാറ്റ് ഈസ് എനി സിംഗിൾ ക്യാരക്ടർ. ഇറ്റ് മേ ഇൻക്ലൂഡ് എ ലെറ്റർ, ഡിജിറ്റ്, or punctuation mark or a space. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സൈസ് എത്രയാണ്? 1 byte ആണ്. ഓക്കെ, 1 byte. നെക്സ്റ്റ് വൺ ഇസ് ബൂളിയൻ. ഇപ്പോൾ ബൂളിയൻ മാത്രമായിട്ട് ഒരു ഡേറ്റ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ബൂളിയൻ ഡേറ്റ ടൈപ്പ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡാണ് ബൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി 1 of 2 വാല്യൂസ്. ഒന്നി ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ 2 വാല്യൂസേ ബൂൾ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ് എത്രയാണ്? 1 byte. നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റിജർ. ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ സ്റ്റോറിങ് ദ ഇൻറ്റിജർ വാല്യൂസ്. അപ്പോൾ ഇൻറ്റിജർ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എത്രയാണ്? 4 bytes ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം, 4 bytes. നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് ഇൻറ്റിജർ വാല്യൂ. ഇപ്പം ഞാൻ 2 എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഇൻറ്റിജറിലോട്ടാണ് പോകേണ്ടത്. സപ്പോസ് എനിക്ക് 2.5 ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റിജറിലോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അത് ഡെസിമൽ വാല്യൂ കൂടെ വന്നു കഴിഞ്ഞാൽ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ ടൈപ്പ് എടുക്കത്തില്ല. ഡെസിമൽ വാല്യൂ വരണമെങ്കിൽ ഡേറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ഇൻ ദ സെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓർ റിയൽ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡേറ്റ ടൈപ്പ് ആണ് നമ്മൾ ഡെസിമൽ വാല്യൂസിന് യൂസ് ചെയ്യുന്നത്. അതിനുള്ള കീവേഡ് എന്താണ്? ഫ്ലോട്ട്. ദേ ആർ യൂസ്ഡ് ഫോർ ദ ഡെസിമൽ നമ്പർ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. അതിന് 4 bytes ആണ്. ഓക്കെ, ഇനി ചില നമ്പർ ഇപ്പോൾ സപ്പോസ് എനിക്ക് 2.56, 7, 8, 9, 10 ഇങ്ങനെ വലിയ നമ്പേഴ്സ് ഓരോന്നിനും ഓരോ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് നിൽക്കത്തില്ല. മനസ്സിലായോ? അതായത് വലിയ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ നമ്പേഴ്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റിനകത്ത് നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന അനദർ ഡേറ്റ ടൈപ്പ് ഇസ് ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ കീവേഡ് എന്താണ്? ഡബിൾ. അപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞൊരു വാല്യൂ വരുവാണെങ്കിൽ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് കമ്പയർഡ് ടു ഫ്ലോട്ട്. അത് 8 bytes വരെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്യാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബൈറ്റ്, അതിനെക്കാട്ടി വലിയ ഡേറ്റ ടൈപ്പാണ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ. അതിനെക്കാട്ടി വലിയ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. അതിനെക്കാട്ടി വലിയ ഡേറ്റ ടൈപ്പാണ് ഡബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാരക്ടറാണ് നമ്മൾ ക്യാർ എന്ന് കൊടുക്കും. സീക്വൻസ് ഓഫ് എ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ യൂസ് ചെയ്യും? ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യും? സ്ട്രിങ്. അതിന് നമുക്ക് 32 bytes വരെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ബേസിക്. ഇപ്പം ബേസിക് ഡേറ്റ ടൈപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എഴുതാൻ വിട്ടുപോകില്ല. ഏതൊക്കെയാണ്? ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഇത് മാത്രം എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇതും കൂടെ ഇവിടെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ബൂളിയൻ എന്താണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇത് പഠിക്കാനാണ് ഞാൻ അതും കൂടെ ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ,
ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് ഇസ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ആ ഒരു പേരിൽ തന്നെ അറിയാം എന്താണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. നമ്മുടെ ബേസിക് ഡേറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സിനാണ് എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് ഫങ്ഷൻസ്, അറേസ്, പോയിൻറ്റേഴ്സ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വരും മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫങ്ഷൻസ്, അറേസ്, പോയിൻറ്റേഴ്സ്. നിങ്ങൾ ഓൾറെഡി അത് അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അവിടെ എന്താണെന്നുള്ള ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ അറേസ് എന്താണ് അതിൻ്റെ പോയിൻറ്റേഴ്സ് എന്താണ് എന്നുള്ള ഒരു ഒരു സെൻറ്റൻസൊക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ഇത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. അപ്പോൾ നമുക്ക് ഡേറ്റ ടൈപ്സിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനെ ഡിറൈവ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ലാസ്റ്റ് വൺ ഇസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു ഡേറ്റ ടൈപ്പിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞ ആ ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് ഇൻറ്റിജർ വാല്യൂ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് സിംഗിൾ ക്യാരക്ടർ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിതെല്ലാം കൂടെ ഒറ്റ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ എനിക്ക് ആഗ്രഹിക്കാം. കാരണം എനിക്ക് അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാം ഈ ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് ആ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് ഏതൊക്കെ വാല്യൂസ് അതിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിനാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. ദേ ആർ ദ ഡേറ്റ ടൈപ്സ് വിച്ച് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ ഓർ ദ പ്രോഗ്രാമർ ഹിറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾ സ്ട്രക്ചർ വരും, യൂണിയൻ വരും, അതൊക്കെയാണ്. അപ്പോൾ അതും നിങ്ങൾ ഒരു മോഡ്യൂളിൽ പഠിക്കും. ഇപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് നമുക്ക് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിനെ കുറിച്ച് പറയാം. എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്. കാരണം ഇത് ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്, മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഓൾസോ എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൊക്കെ വരും, അതും നിങ്ങൾ ഇനി വരും മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ എന്യൂമറേറ്റർ തന്നെ എക്സാമ്പിൾ പറയണമെന്നില്ല, നിങ്ങൾക്ക് സ്ട്രക്ചർ ഡേറ്റ ടൈപ്പ് പോലെ എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാകും. അപ്പോൾ ഇവിടെ ഞാൻ മോഡ്യൂൾ 1 നിങ്ങൾക്ക് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ എക്സാമ്പിൾ പറയുന്നത്. എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഹാവിങ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ കീവേഡ് എന്താണ്? ഈനം എന്നാണ് അതിൻ്റെ കീവേഡ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്. അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ. ഈനം, ദെൻ പേര്, ദെൻ ലിസ്റ്റ് ഓഫ് വാല്യൂസ്, ദെൻ വേരിയബിൾ ലിസ്റ്റ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈനം, അതാണ് നമ്മുടെ കീവേഡ്. ഓക്കെ, പിന്നെ കളർ എന്ന് പറഞ്ഞാൽ ഈ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ് കളർ. ഓക്കെ, ഇനം നെയിം എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ്റെ പേരാണ്, എന്യൂമറേഷൻ ടൈപ്പിൻ്റെ പേരാണ് കളർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതാണ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ നെയിംസ് ആണ് ഈ കളറിന് ഉള്ളത്. ആ സെറ്റ് ഓഫ് എന്യൂമറേഷൻ ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ് ഈ ഒരു ബ്രേസിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് ഈ ഒരു കളറിൻ്റെ ഈ കളർ എന്ന് പറയും. ഇപ്പം ഈനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഇൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഈസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പാണ്. ഇപ്പം ഞാൻ ഈനം കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി എന്ന് പറയുന്നത് ഈസ് ഓഫ് വേരിയബിൾ കളർ. ഏത് ടൈപ്പാണ്? കളർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിളാണ് സി. ഓക്കെ, ഇവിടെ കളർ സി, ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ ഈസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പാണ്. ഇവിടെ ഈനം കളർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വേരിയബിൾ
സി എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്, ഈസ് ഓഫ് ടൈപ്പ് കളർ. കളർ എന്ന് പറഞ്ഞ ടൈപ്പിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിളാണ് സി. അപ്പോൾ ആ സിക്കകത്ത് ഏതൊക്കെ വാല്യൂസ് വരും? ഇതിൻ്റെ അകത്തുള്ള സെറ്റ് ഓഫ് റെഡ് വരും, ഗ്രീൻ വരും, ബ്ലൂ വരും. അതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബൈ ഡീഫോൾട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഫസ്റ്റ് നെയിം 0 ആയിരിക്കും. മനസ്സിലാക്കുക, ഫസ്റ്റ് നെയിം എന്താണ്? 0 ആയിരിക്കും. ബൈ ഡീഫോൾട്ട് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സെക്കൻഡിൻ്റെ വാല്യൂ 1 ആയിരിക്കും. തേർഡിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ റെഡിൻ്റെ വാല്യൂ എന്താണ്? 0. ഗ്രീൻ്റെ വാല്യൂ എന്താണ്? 1. ഇനി നമുക്ക് ഇനിഷ്യലൈസർ വെച്ചിട്ടും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഗ്രീനിൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്തു. ഗ്രീനിൻ്റെ വാല്യൂ 5 എന്ന് കൊടുക്കുവാണെങ്കിൽ അടുത്ത ബ്ലൂവിൻ്റെ വാല്യൂ എന്താണ്? 6 വരത്തുള്ളൂ. തൊട്ട് മുന്നേ ഉള്ള വാല്യൂവിൻ്റെ നെക്സ്റ്റ് നമ്പറേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ 5 എന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റെഡിൻ്റെ വാല്യൂ 0, ഗ്രീനിൻ്റെ വാല്യൂ 1, ബ്ലൂവിൻ്റെ വാല്യൂ 2. ഇപ്പം ഞാൻ എന്താണ് ഓൾറെഡി ഞാൻ ഗ്രീനിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ 5 എന്ന് കൊടുത്തു. അത് അങ്ങനെയാണെങ്കിൽ ബ്ലൂവിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 6 വരും. ഓക്കെ, അപ്പം ഇതാണ് എന്ത് പറയുന്നത് ഈ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു ഡിഫൈൻ ചെയ്യാണ്, കളർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിനെ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വാല്യൂസ് വരാം. ഇപ്പോൾ ഇൻ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഡേറ്റ ടൈപ്പിൻ്റെ അകത്ത് ഇൻറ്റിജർ വാല്യൂസ് അല്ലേ വരുള്ളൂ. ഇവിടെ കളർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിന് നമ്മൾ ഇത്രയും സെറ്റ് ഓഫ് കളേഴ്സ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് യൂസർ ഡിഫൈൻ. നമ്മൾ ഇത്രയും സെറ്റ് ഓഫ് വാല്യൂസേ നമ്മൾ ആരുടെയിൽ വരത്തുള്ളൂ? കളർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിനകത്ത് വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെ അതാണ് എന്ത് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ.